പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ചൊവ്വാഴ്ച മെയ് 27 അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രയിലെ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, ജോലി, താമസം, ഭക്ഷണം, ആരോഗ്യം എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ ആലോചനകൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കയ്യൊപ്പുകൾ എല്ലാം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ, പോകാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക്
കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് മുമ്പ് സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തടസ്സമുള്ള സ്ഥലങ്ങൾ, മറ്റുള്ള വ്യക്തികൾ മനഃപൂർവ്വം നമ്മൾക്കത് കിട്ടരുത്, ലഭിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എതിര് പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അവരെ നീ ശാന്തരാക്കണമേ, സമരസപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗ ഡയഗ്നോസിനായിട്ട് പോകുന്നവരെ നീ ആശീർവദിക്കണം. കർത്താവെ, ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കാതെ ഒറ്റ ഡയഗ്നോസിൽ തന്നെ രോഗം പിടികിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരെ സമീപിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, അപേക്ഷ കൊടുക്കാനുള്ളവർ, സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തവർ, രേഖകൾ നഷ്ടപ്പെട്ടവർ, വസ്തുക്കൾ അന്യൻ്റെ കയ്യിലാകപ്പെട്ടവർ, പണം അന്യൻ്റെ കയ്യിലാകപ്പെട്ടവർ, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവ് അടയാളം നൽകട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് പ്രഖ്യാപിതമായ ഒരു അടിസ്ഥാന പ്രമാണമാണ്, അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ഇതാണ് നമ്മുടെ ഉടമ്പടിയുടെ അടിത്തറ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയം മെറിറ്റിൽ നിന്ന് വഴുതി പോകുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആസ്പദം വെക്കേണ്ട വസ്തുക്കളെയാണ് നമ്മൾ ഉടമ്പടിക്ക് വിഷയമാക്കേണ്ടത്. കാരണം നമ്മൾ പരിശ്രമിച്ചു. അപ്പോസ്തലന്മാർ പറയത്തില്ലേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ലുക്ക 5:5. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്തൊരു ഡബിൾ ട്രാജഡിയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെന്നാണ്. രണ്ട് ഡബിൾ നെഗറ്റീവ് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഈ ഡബിൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ എന്താ മാർഗം? എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതാ, അപ്പൊ പറഞ്ഞതനുസരിച്ച്, അതാണ് അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പൊ ഉടമ്പടിയുടെ അന്തസ്സത്ത അതാണ്. കാര്യം, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വരുമ്പോൾ, പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ മനുഷ്യന്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ഉടമ്പടി. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഈ ഇപ്പൊ ആൾക്കാർ പറയത്തില്ല, കുറേ കഷ്ടപ്പാട്, കുറേ വിഷമങ്ങളൊക്കെ, രോഗങ്ങളായി മാറുന്നില്ല, കടങ്ങളായി, വഴക്കായി, സമാധാനം ഇല്ല എന്ന് അവർ ധ്യാനത്തിന് പോയേക്കാന്ന് പറയത്തില്ലേ? പോയിട്ട് വരുമ്പോൾ എല്ലാം ശരിയാവെന്ന് പറയില്ല. അതെന്താ ശരിക്കും പറഞ്ഞാൽ ഇതാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തപ്പോൾ, സമാധാനം ഇല്ലാത്തപ്പോൾ ജനങ്ങളെ ദൈവത്തെങ്കിലേക്ക് പിരിയും ചെയ്യണം. ഇപ്പൊ കർത്താവിലേക്ക് തിരിയുമ്പോൾ വരുന്ന വിഷയം എന്ന് പറയണത്, അവൻ പറയണത് പോലെ കേൾക്കാൻ ആൾക്കാർ ധ്യാനത്തിന് പോണൊരു പകുതി മുക്കാലും. പക്ഷെ ഉടമ്പടിയിൽ അങ്ങനെയല്ല. അവൻ പറയണ കേൾക്കുകയല്ല. കേൾക്കുക എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുക എന്ന അർത്ഥം. കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ, അതായത് നീ എത്ര 1000 വചനം കേട്ടോ എന്നല്ല പ്രശ്നം. അതിൽ 5 വചനമാണ് നടപ്പിൽ വരുത്തിയെങ്കിൽ 5-ന് 1000-ന്റെ വിലയാണ് പെണ്ണ്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ജീവിതം തളർന്നു പോയോ, ജീവിതം തകർന്നു പോയോ, അടുത്ത ഓപ്ഷൻ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. നീ പറഞ്ഞ അനുസരിച്ച് കൊണ്ട് വലയിറക്കുക. പിന്നെ ജീവിതം അങ്ങനെ പരാജയപ്പെട്ടു എന്ന് കണ്ടാൽ ഡിക്ലെയർ ചെയ്യണം. പരാജയപ്പെട്ടു എന്ന് ഡിക്ലറേഷൻ ഭയങ്കര സംഭവമാണ്. എല്ലാവരുടെയും പ്രശ്നം ഡിക്ലെയർ ചെയ്യത്തില്ല. അവർ അഹങ്കാരം ഉള്ളത് കൊണ്ടും ദൈവത്തിനെ ആശ്രയിക്കുന്ന പോരായ്മയെ കരുതണ കൊണ്ടാണ് ആൾക്കാരെ ഡിക്ലെയർ ചെയ്യാത്തത്. 38 വർഷം രോഗിയായി കിടന്ന ആളല്ലേ, അയാൾ ഡിക്ലെയർ ചെയ്യണം. കണ്ടിട്ടില്ലേ? യോഹന്നാൻ 5:7 അവൻ പറഞ്ഞു, യോഹന്നാൻ 5:7 അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഡിക്ലെയർ ചെയ്തു. എന്താണ്? നോബഡി ടു ഹെൽപ്പ് മീ എക്സെപ്റ്റ് ജീസസ്. അത് ഡിക്ലെയർ ചെയ്ത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മസിൽ പവർ, മണി പവർ, അങ്ങനെ പല പവറില്ലേ,
പല പവർ കൊണ്ട് നമുക്ക് നടക്കാതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിക്ലെയർ ചെയ്യണം. അല്ല പിന്നെ അവിടെയും പറഞ്ഞുകൊടുത്ത് താൻ പാതി ദൈവം പാതി എന്ന് പറയരുത്. കാര്യം ചില സമയത്ത് ജീവിതം ഫുൾ ആൻഡ് ഫുൾ ദൈവം തന്നെയായിരിക്കും. അല്ല ചിലപ്പോൾ നമ്മൾ 50% നമ്മളും 50% ദൈവം എന്ന് പറയരുത്. ഡിക്ലെയർ ചെയ്യണം. ഐ ആം 0 എന്ന് പറഞ്ഞിട്ട് കർത്താവേ നീ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നാണ്. അത് ഭയങ്കരമായ ഒരു ഈ പത്രോസ് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യണത്. രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അത് ഞങ്ങളുടെ കഴിവുകേടാകാം. ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞ പോലെ കാലക്കേട് വരേണ്ട കാര്യമില്ല ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് പണിയില്ലാഞ്ഞിട്ടാണ് ആൾക്കാർ രാത്രി പണിക്ക് പോണത്. പകല് നല്ല ചൂടും ഒക്കെ ആണെങ്കിൽ മത്സ്യം വെള്ളം ചൂടാകുമ്പോൾ മത്സ്യം താഴ്ന്നു നിൽക്കേ ഉള്ളു. അപ്പം പക്ഷെ താഴ്ന്നു നിൽക്കണ കാരണം നല്ലവണ്ണം കല്ലുകൾ കെട്ടി വെയിറ്റ് കെട്ടി ആൾക്കാർ താഴ്ന്നു പോണ വലകളാണ് ആ വെയിലുള്ളപ്പം ചെയ്യണത്. അങ്ങനെ കല്ല് കെട്ടി താഴ്ത്തി വല ഇട്ട് ആൾക്കാർ ഇങ്ങനെ ട്രോൾ ചെയ്തിട്ട് പോലും ഒന്നും കിട്ടില്ലെന്ന് പറയുമ്പോൾ മത്സ്യങ്ങളില്ലെന്ന് അർത്ഥം കടലിൽ. അതുകൊണ്ട് ഇവർ രാത്രി കെട്ടുമായിരിക്കും. വെള്ളം തണുക്കുമ്പോൾ മത്സ്യം ഓളി വന്ന് പൊങ്ങുമായിരിക്കും എന്നൊക്കെ അതിന് രാത്രി പോയി. അതൊന്നും അല്ല പ്രശ്നം. മത്സ്യം ഉണ്ടെങ്കിലല്ലേ പൊങ്ങി വരത്തുള്ളൂ. അപ്പം 0 ഫിഷിങ് അവിടെ വരണത്. അപ്പോഴെന്നാ പറ്റും? നമ്മൾക്ക് ഒരാൾ സഹായിക്കാനില്ല, വായ്പ തരാൻ ആരുമില്ല, നമ്മളെ സഹായിക്കാനും ആളുമില്ല, സാധ്യതയില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഉള്ള സാധ്യത എന്താണ്? ദൈവമാണ്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കുന്നതിനാണ് ഉടമ്പടി എന്ന് പറയണത്. അതെപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഈ ഉടമ്പടി ഫോർമുല ഈ പിതാക്കന്മാരും പ്രവാചകന്മാരും ന്യായാധിപന്മാരും ദൈവത്തിൻ്റെ ആൾക്കാരെല്ലാം ബേസിക്കായിട്ട് ആരാണ്? ഹൂ ആർ ദേ? അവരാരായിരുന്നു ശരിക്കും പറഞ്ഞ പ്രവാചകന്മാര്? ദ കവനന്റ് മെൻ ഓഫ് കവനൻസ്. പ്രോഫറ്റ്സ് ആരാണ് അവർ ശരിക്കും പറഞ്ഞാൽ? മെൻ ഓഫ് കവനൻസ്. ജഡ്ജസ് ആരാണ് അവര് മെൻ ഓഫ് കവനൻസ്. ഇവരെല്ലാം ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപ്പെടുത്തി ജീവിതം മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം തന്നെ ബുക്ക് ഓഫ് കവനന്റ് ആണ്. കർത്താവിൻ്റെ വചനത്തിന് പണ്ടൊക്കെ വിളിച്ചിരുന്നതിൻ്റെ പേരെന്താണ്? ഉടമ്പടിയുടെ പുസ്തകം എന്നാണ്. ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയായി പോകും. അപ്പോഴെന്ത് ചെയ്യും? അപ്പം നമ്മൾ കൈ ഉയർത്തി ഡിക്ലെയർ ചെയ്യണം. എന്താണ്? കർത്താവേ, എൻ്റെ കഴിവ് കഴിഞ്ഞു, ഇനി നിൻ്റെ കൃപയില്ല ഞാൻ ആശ്രയിക്കണം എന്ന് പറഞ്ഞു നോക്കിയിട്ട് വചനം അനുസരിച്ചും ജീവിച്ചു നോക്കിയേ വിവരം അറിയും. താങ്ക് യു.